വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് പോയി. സമയം ഏറെ വൈകിയ നേരം ഭക്ഷണത്തിന് വേണ്ടി മാത്രം നടന്നു പോയ വഴികളിൽ പഴയതിലും മാറിയ മഞ്ചുള്ള കോഴിക്കോടിനെ നമുക്കിന്ന് കാണാൻ പറ്റി. കോഴിക്കോടിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാത്ത പോലെയാണ് എൻ്റെ അവസ്ഥ. വയറ് നിറഞ്ഞാൽ മനസ്സ് നിറയുമെന്നതാണ് കോഴിക്കോടൻ പ്രമാണം. കോഴിക്കോട് ഭക്ഷണത്തിന് ഒരു പ്രത്യേക ഇഷ്കുണ്ടെന്ന് പറയാറുണ്ട്. വരുന്നവർ ആരായാലും അവർക്ക് വയറ് നിറയെ ഭക്ഷണവും മനസ്സ് നിറയെ സ്നേഹവും. അതാണ് ഇവിടുത്തെ രീതി. കോഴിക്കോട് ബീച്ച് കേവലം മണൽപ്പരപ്പല്ല, അത് ഈ നഗരത്തിൻ്റെ പൾസാണെന്നാണ് വെപ്പ്. കോഴിക്കോടിൻ്റെ മണ്ണും മനസ്സും എപ്പോഴും ചെന്ന് നിൽക്കുന്നത് ആ മണൽത്തരികളിലും രുചികളിലുമാണ്. അങ്ങനെ ഓരോ രുചികളും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഈ വൈകിയ വേളയിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആദാമിൻ്റെ ചായക്കടയിലേക്കാണ്. ആദാമിൻ്റെ അത്ഭുത നോമ്പ് തുറ സെക്ഷൻ നടക്കുന്ന ഈ വേളയിൽ അവിടെയുള്ള ഓരോ നോമ്പുതുറ വിഭവങ്ങളും കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന എന്നെ സഹായിച്ചത് എൻ്റെ ഭാര്യ തന്നെയാണ്. ഇതിൽ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന എന്നെ പൂർണ്ണ മനസ്സോടെ സഹായിച്ച എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എൻ്റെ നന്ദി അർപ്പിച്ചുകൊള്ളുകയാണ്. ഇന്നത്തെ ഈ ദിവസം ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം കോഴിക്കോടിൻ്റെ മണ്ണിൽ വരികയും അവിടെയുള്ള വിഭവങ്ങളുടെ രുചികൾ ഓരോന്നായി ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. വീണ്ടും വരാൻ വേണ്ടി ഒരിക്കൽ കൂടി വിട പറഞ്ഞ് ഈ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി. അങ്ങോട്ട് വാ, അങ്ങ് വാ. ഞാൻ വരാൻ പറയാം.